രഘുരാമ നാം ഇനിയും നടക്കാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം. രാവിന്റെ മുമ്പേ കനൽ കാടു താണ്ടാം. നോവിന്റെ ശൂലമുന മുകളിൽ കരയാം. നാരായ ബിന്ദുവിലഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം. രാവിന്റെ മുമ്പേ കനൽ കാടു താണ്ടാം. നോവിന്റെ ശൂലമുന മുകളിൽ കരയാം. നാരായ ബിന്ദുവിലഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയടന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയും അമ്പും നീട്ടിയിരതിരഞ്ഞും ഭാണ്ഡമൊളി വാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മല കയറുമീ നമ്മളൊരു വേള ഒരു കാതമേയുള്ളു മുകളിലെത്താൻ. ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ. ഇപ്പാപശില നീ അമർത്തിച്ച വിട്ടു. ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും. ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാലും ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ പരതുപോലെ താരമിഴിയൊളി പുരണ്ടാൽ കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം ജ്വരമാട്ടൊരുടലിന് ശാന്തി ചൈതന്യം. നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം. അവിടെ നീർക്കണികൾ തേടി ഞാനൊന്നു പോകാം. നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം. അവിടെ നീർക്കണികൾ തേടി ഞാനൊന്നു പോകാം. കാലാൽ തടഞ്ഞതൊരു കൽച്ചരലു പാത്രം. കയ്യാലെടുത്തതൊരു ചാവുകിളി മാത്രം. കരളാൽ കടഞ്ഞതൊരു കഞ്ചിമിഴുവെള്ളം. കരളാൽ കടഞ്ഞതൊരു കഞ്ചിമിഴുവെള്ളം. ഉയിരാൽ പിറപ്പു വെറും ഒറ്റ മൊഴി മന്ത്രം. എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം. എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം. എൻ കണ്ണിനെന്നുമേ കണ്ണായിരുന്നൊരൻ കനവിലോ കരളുന്ന ദൈന്യം. എൻ കണ്ണിനെന്നുമേ കണ്ണായിരുന്നൊരൻ കരളിലോ കരളുന്ന ദൈന്യം. താങ്ക് യു. പാടാൻ പോകുന്നത് സുഗതകുമാരി അമ്മയുടെ കൃഷ്ണ നീ എന്നെ അറിയാം എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്ക് പോകുന്നുവത്രേ. പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിയത്രേ. ഒന്നുമേ തോന്നാതടങ്ങാതെ ഞാൻ എന്റെയും മരത്തിനയിലിരിക്കേ. രഥചക്രഘോഷം കുളമ്പൊച്ച ഞാൻ എന്റെ മിഴി പൊക്കി നോക്കിടും നേരം. നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈകൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാ
എന്നെ നീയെങ്കിലും കൃഷ്ണ നിൻരഥമെന്റെ കുടിലിനു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞൊരാമിഴികൾ എന്നെ കുച്ചായുന്നു. കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാ സ്മിതമെനിക്കായി നൽകുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ? കൃഷ്ണ നീ അറിയുമോ എന്നെ? നീ അറിയുമോ എന്നെ? താങ്ക് യു. പ്രിയ ബഹുമാന്യരെ, കുഞ്ഞിളം മനസ്സിൽ അറിവിന്റെ തിരുനാമത്തിൽ വെച്ച വാഴത്തോപ്പ് അംഗൻവാടിയിലെ പവിത്രതയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ച് ശ്രീ അനീഷ് ആലാനിക്കൽ രചനയും സംവിധാനവും നിർവഹിച്ച് സമ്പൂജ്യമായ ഈ വേദിയിൽ നമ്മുടെ കുരുന്നുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അതിഥി. വയ്യ, തീരെ വയ്യ. വന്ന് വന്ന് ഈ നാട്ടിൽ കൊടിയ വരൾച്ചയും അല്ലാത്ത ചൂട്. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. ദൈവം അണിയിച്ചൊരുക്കിയ പ്രകൃതിയെ സൗകര്യങ്ങളുടെ പേരിൽ വെട്ടി അഴിയുകയല്ലേ നിങ്ങൾ? ഈ നാട് മുടിയും അന്ധത കൊടികുത്തി വാഴും. എനിക്കിത്തിരി കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. വല്ലാതെ ദാഹിക്കുന്നു. എന്താ ഒരു കാപ്പി എടുക്കട്ടെ? 10 മതി, 10 രൂപകള്. എന്റെ കയ്യിൽ പണമൊന്നുമില്ല. പക്ഷേ എനിക്ക് വല്ലാതെ ദാഹിക്കുന്ന പക്ഷേ. അങ്ങനെ മോപ്പിനെ നിങ്ങളിപ്പോ ഓസിൽ കുടിക്കണ്ട. കാപ്പി 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 കാട്ടൻ കാപ്പി കുടിക്കാൻ. കാട്ടൻ കാപ്പി കാപ്പി കാപ്പി. ഇവൻ നിങ്ങളിൽ ആരൊക്കെയോ ആണ്. ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്ക് വെളിച്ചമാകാൻ വിളിക്കപ്പെട്ടവർ സ്വാർത്ഥതയുടെ അവനാഴികൾ തീർന്നു. ഇത് കണ്ടോ? അലഞ്ഞു നടന്നപ്പോ വേസ്റ്റ് ഭൂമിയിലെ കാക്കകളെയും ഈച്ചകളെയും ഓടിച്ച് പെറുക്കിയെടുത്ത് വൃത്തിയാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. ഇനിയും ഇത് കൊണ്ടു നടക്കുന്നതിൽ അർത്ഥമില്ല. എന്തെങ്കിലും തരണേ, വിശക്കുന്നു ചേട്ടാ, വിശക്കുന്നു. എന്തെങ്കിലും തരണേ ചേട്ടാ, വിശന്നിട്ട മേല. ഒന്ന് പോടാ ചേട്ടാവുന്ന. ഇതേ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കുള്ളതാ. നോക്കി നിന്ന് കൊതിവിളാക്കുന്നതാ. അയ്യോ തലമുറ ചേട്ടാ, ഞാൻ പോയിക്കോളാം. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ ഇവിടെ പോയിക്കോളാം ചേട്ടാ. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തരണേ, വിശന്നിട്ട് മേല. ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കാനും വിശക്കുന്നവന് ആഹാരം കൊടുക്കാനും മറക്കുന്ന ആധുനികത നിങ്ങളുടെ ഹൃദയപൂവിൽ നിന്നും പടിയിറങ്ങി വിലപിച്ചു പോകുന്ന ദൈവത്തെയാണ് ഞാനിപ്പോൾ കാണുന്നത്. അപ്പൂപ്പാ,
നിറയ്ക്കുന്നവൻ ഉപകാരം ചെയ്തവനെ വിസ്മരിച്ച് കടന്നു പോകും. നീ എന്നാ ഇനിയും പോയില്ലേ? ഈ വൃദ്ധയുടെ കയ്യിൽ നിനക്ക് തരാനായി ഇനി ഒന്നുമില്ല കുഞ്ഞെ. ഉണ്ട് ദാ ഈ ഊന്നുവടി. അപ്പോൾ നീയും അഞ്ചനാണോ കുഞ്ഞെ? എന്റെ ദൈവമേ, കരയാതെ അപ്പൂപ്പ, എനിക്ക് കാഴ്ചയുണ്ട്. ഇനി മുതൽ അപ്പൂപ്പന്റെ ഊന്നുവടിയായി ജീവിതകാലം മുഴുവൻ ഞാൻ അപ്പൂപ്പന്റെ കൂടെ ഉണ്ട്. മോനെ, നിന്നിലെ നന്മയുടെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വൃദ്ധന്റെ ആയുസ്സിന് ഇനി ദൈർഘ്യമില്ല. കുഞ്ഞെ, നീ ജീവിതത്തിൽ ഉയരും വലിയ ആളാകും. അപ്പൂപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ലോകം നിനക്ക് മുമ്പിൽ വിശാലമായി കിടക്കുന്നു. സന്തോഷത്തോടെ അപ്പൂപ്പൻ പറയുന്നത് എന്നെ വിട്ടേക്ക്. മോൻ പോയി നന്നായി ജീവിക്കാം. എനിക്ക് ആരുമില്ല, ഞാനിന്നൊരു ഭിക്ഷാടകനല്ലേ. ഉയർച്ചയുടെ വളവുകൾ നിന്നെ കാത്തിരിക്കുന്നുവെന്ന് എന്റെ മനസ്സ് പറയുന്നു.